ഹായ് എവരി വൺ, വിസ്ഡം ഓഫ് മൈൻഡിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി, സർട്ടിഫൈഡ് ലൈഫ് കോച്ച് ഫ്രം സുജാർ മോഹൻ അക്കാഡമി. ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് ലോട്ടറി എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം, ലോട്ടറി അടിക്കാൻ എന്ത് ചെയ്യണം എന്നാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുന്നത് ലോട്ടറി അടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ്. ലോട്ടറി അടിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മണി ബ്ലോക്ക് മാറ്റുക എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ചിന്തിക്കുക, മണിയെക്കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്. മണിയെക്കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് മോശമാണെങ്കിൽ, അതായത് മണി വരുന്നത് അത്ര നല്ലതല്ല, ഒരുപാട് പണമൊന്നും വേണ്ട, ഒരുപാട് പണം ഉള്ളവർ, ഒരുപാട് കാശ് ഉള്ളവർ, ഒരുപാട് സമ്പത്തുള്ളവർ അത്ര വലിയ സന്തോഷത്തിലൊന്നുമല്ല ജീവിക്കുന്നത്. പിന്നെ സമ്പത്തുള്ളവരെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നൊരു കുശുമ്പ്, അസൂയ, പിന്നെ മണിയെന്ന് റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുക, അതായത് നമ്മൾ അവിടെ എവിടെയായിട്ട് അലക്ഷ്യമായിട്ട് മണിയെ ഇട്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ലോട്ടറി എടുക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും? ഇതിനൊരു 50,000 അടിച്ചായിരുന്നെങ്കിലും മതിയായിരുന്നു, എനിക്കൊരു 50,000-ൻ്റെ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു 1,00,000-ൻ്റെ ആവശ്യമുള്ളൂ, അപ്പോൾ എനിക്ക് അത്രയും അടിച്ചാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റും, ഇതൊക്കെ നമ്മുടെ മണി ബ്ലോക്കിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾ കൊണ്ടുപോകും, നിങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പോൾ മണി നമ്മൾ അലക്ഷ്യമായിട്ടാണോ സൂക്ഷിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഒരു രൂപ കൊണ്ടുവന്നാൽ നമ്മളത് പേഴ്സിൽ ചുരുട്ടിയൊന്നും കൂട്ടാതെ നമ്മളത് നിവർത്തിയാണോ വെക്കുന്നത്, മണിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ, മണി കൊടുക്കുമ്പോഴും മേടിക്കുമ്പോഴും നമ്മളതിനെ റെസ്പെക്റ്റ് ചെയ്താണോ കൊടുക്കുകയും മേടിക്കുകയും ചെയ്യുന്നത്, മണിയെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ടോ. അതുപോലെ തന്നെ നമ്മൾ ആർക്കെങ്കിലും നമുക്ക് എന്തെങ്കിലും, നമ്മൾ ചിലപ്പോൾ മേടിച്ച പൈസയായിരിക്കും, തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മളത് മനസ്സെരിഞ്ഞ് ഇത് തിരിച്ചു കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ദാനം കൊടുത്താൽ അത് കൊടുക്കണമല്ലോ, മനസ്സോടെ കൊടുക്കുക, അങ്ങനെയൊക്കെ പറയത്തില്ല. അപ്പോൾ അങ്ങനെയാണോ നമ്മൾ ആ മണി കൈകാര്യം ചെയ്യുന്നത്? ഒരു കടയിൽ പോയി ഒരു സാധനം മേടിച്ച് നമുക്ക് ആവശ്യമുള്ള സാധനമായിരിക്കും, പക്ഷേ പൈസ കൊടുത്തു കഴിയുമ്പോൾ ഇത്രയും പൈസ നമ്മളെ നിന്ന് പോയില്ലോ, അങ്ങനെയാണോ നമ്മൾ മണിയെക്കുറിച്ച് ചിന്തിക്കുന്നത്? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മണി ബ്ലോക്ക് ഉണ്ട്. മണി ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറ്റുക? ഒരു ലോട്ടറി അടിക്കാനോ കൂടുതൽ തുക നമ്മുടെ കയ്യിലേക്ക് എത്താനോ ഒന്നും സാധ്യതയില്ല, സാധ്യത വളരെ വളരെ കുറവാണ്. അഥവാ നമ്മുടെ കയ്യിൽ നമുക്ക് ഒരു കൂടുതൽ പൈസ കിട്ടിയെന്ന് വെച്ചോ, പക്ഷെ നമുക്കിത് വിനിയോഗിക്കാൻ അറിയാൻ വയ്യ, നമ്മുടെ കയ്യിൽ നിന്ന് അത് കുന്തിരി പോയി എന്ന് പറയും, അത് എങ്ങനെ ചിലവായി ഏത് വഴി പോയി എന്ന് അറിയാൻ പറ്റില്ല. അപ്പോഴും നമുക്ക് മണി ബ്ലോക്കാണ്, കാരണം നമുക്ക് ആ മണി നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മളിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കും, എനിക്ക് ഓട്ട കൈയാണ്, എൻ്റെ കൈ നിൽക്കില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാലും നമ്മുടെ കൈ മണി നിൽക്കില്ല. അപ്പോൾ ഇത്രയും ഉണ്ടെങ്കിൽ നമുക്കൊരു മണി ബ്ലോക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ലോട്ടറി അടിക്കാൻ എന്ത് വേണം? മണി ബ്ലോക്ക് ഉള്ള ഒരാൾക്ക് ലോട്ടറി അടിക്കാൻ പ്രയാസമല്ലേ? അപ്പോൾ ആദ്യം നമ്മുടെ മണിയെക്കുറിച്ചുള്ള നമ്മുടെ മൈൻഡ് സെറ്റിങ് മാറ്റുക. മണി വരുന്നത് നല്ലതാണ്, മണിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. മണി അവിടെയും ഇവിടെയും ചുരുട്ടിക്കൂട്ടി വെക്കാതെ നമ്മുടെ പേഴ്സിൽ തന്നെ അടുക്കി വെക്കാൻ ശ്രമിക്കുക. എടുക്കുമ്പോഴും വെക്കുമ്പോഴും നമ്മൾ അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി, നീ ഉണ്ടായത് കൊണ്ടാണല്ലോ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. ഓരോ സാധനം മേടിക്കുമ്പോഴും നന്ദിയോടുകൂടി ആ മണിയെ കൊടുക്കുകയും മേടിക്കുകയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മണിയോട് ഉള്ള ആ ഒരു സമീപനം മാറി. അതുപോലെ എനിക്ക് 1,00,000 മതി, 50,000 മതി, അല്ലെങ്കിൽ 10,000 കിട്ടിയാൽ മതി എന്ന് പറയുമ്പോഴും അവിടെ ബ്ലോക്കാണ് നമ്മുടെ മൈൻഡ് സെറ്റ്. നമുക്കിപ്പം 1 കോടി കിട്ടിയാലെന്താ, എനിക്ക് 1 കോടി കിട്ടിയാലെന്താ, അങ്ങനെ എനിക്ക് 1 കോടി കിട്ടാൻ അർഹതയില്ലേ? അപ്പോൾ ഇത്രയും പേർക്ക് അതിനുള്ള അർഹത ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ലോട്ടറി എടുക്കുന്നില്ലേ ഒരാൾക്ക് ഈ 1 കോടി കിട്ടുമെങ്കിൽ അത് ഞാനായിക്കൂടെ, ആ 1 കോടി എനിക്ക് കിട്ടാൻ അർഹതയില്ലേ എന്ന് നമുക്ക് ചിന്തിക്കാം. അതുപോലെ തന്നെ ലോട്ടറി എടുത്തിട്ട് നമ്മൾ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു വിഷ്വലൈസേഷൻ വേണം. അപ്പോൾ മണി ബ്ലോക്ക് ആദ്യം നമ്മുടെ മണി ബ്ലോക്ക് മാറ്റുക. നമുക്ക് അങ്ങനെയുള്ള മണിയെക്കുറിച്ചുള്ള ചിന്താഗതിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ മാറ്റി നമ്മളുടെ ചിന്തയൊന്നും മാറ്റി. ചിന്തയാണല്ലോ നമ്മുടെ പ്രശ്നം, മണി വരാത്തതിന് ഏറ്റവും വലിയ പ്രശ്നം ചിന്തയാണ്. അപ്പം നമുക്കിനി എത്ര രൂപ മണി 1 കോടി കിട്ടിയാലും പ്രശ്നമില്ല, എനിക്ക് 1 കോടി കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. കാരണം 1 കോടി അടിച്ചാലോ. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ മൈൻഡിനെ സെറ്റ് ചെയ്ത് നമ്മളതിന് മണി ബ്ലോക്ക് മാറ്റുക. എന്നിട്ട് എന്താ ചെയ്യുക? പിന്നെ നമ്മൾ ലോട്ടറി എടുക്കുക. ലോട്ടറി എടുത്തിട്ട് നമ്മൾ ലോട്ടറി എടുക്കാത്ത ഒരാൾക്ക് ലോട്ടറി അടിക്കില്ല അല്ലേ? അപ്പം നമ്മൾ ലോട്ടറി എടുക്കണം. ലോട്ടറി എടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. ചിലപ്പോൾ അതൊരു ദിവസം ആദ്യം ലോട്ടറി അടിച്ചാൽ കിട്ടണമെന്നില്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വിഷ്വലൈസ് ചെയ്യണം. നമുക്ക് വലിയൊരു എമൗണ്ട്, നമുക്ക് എത്ര എമൗണ്ട്, അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് എമൗണ്ട് നമുക്ക് കിട്ടാൻ അർഹതയുണ്ട്. അപ്പം നമ്മളതിനെ കുറയ്ക്കുന്നത്, അപ്പം ആ എമൗണ്ട് നമുക്ക് കിട്ടിയതായിട്ട് നമുക്ക് എത്ര എമൗണ്ട് വേണമെന്നുള്ളതല്ല, നമുക്ക് അതിൽ ഏറ്റവും വലിയ എമൗണ്ട് കിട്ടിക്കോട്ടെ, നമ്മൾ വിഷ്വലൈസ് ചെയ്യണം.
ആ എമൗണ്ട് കിട്ടുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം, അന്നേരം നമ്മൾ ആ ആഹ്ലാദം പങ്കിടുന്നത് ഒക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. ലോട്ടറി എടുത്തതിന് ശേഷം നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. നമ്മൾ ഓണം ബമ്പർ, ക്രിസ്മസ് ബമ്പറൊക്കെ, വിഷു ബമ്പറൊക്കെ ആകുമ്പോൾ നമുക്ക് വിഷ്വലൈസ് ചെയ്യാനൊക്കെ കുറച്ച് സമയം കിട്ടും. അല്ലാതുള്ള ചെറിയ കാറുണ്യ ലോട്ടറിയൊക്കെ ആകുമ്പോൾ നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പം 3 മണിക്ക് അത് ലോട്ടറി എടുക്കുന്നെങ്കിൽ അതുവരെയുള്ള സമയം നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. നമ്മുടെ ഈ നമ്പർ മനസ്സിൽ വെച്ചിരിക്കണം. ആ നമ്പറിന് ഇത്ര രൂപ കിട്ടിയെന്നുള്ളത് നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. നമ്മുടെ മനസ്സിൽ ഇത് സങ്കല്പിക്കണം. അതുപോലെ നമുക്കൊരു പേപ്പറിൽ എഴുതി വയ്ക്കാം. നമുക്ക് ഒരു 21 days ഒക്കെ നമുക്ക് പേപ്പറിൽ എഴുതി വയ്ക്കാം. നമുക്ക് ഇപ്പോൾ അത് ഓണം ബമ്പർ അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ലോട്ടറി എടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതി വയ്ക്കാൻ പറ്റില്ല. കാരണം അതാകുമ്പോൾ നമുക്ക് അത്രയും സമയം കിട്ടും എഴുതി വയ്ക്കാനുള്ള സമയം. അപ്പോൾ അങ്ങനെ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് അത് നമ്മൾ അപ്പോഴും നമ്മൾ വിശ്വാസം ശക്തമായിരിക്കണം. വിശ്വാസം ശക്തമാണെങ്കിലേ ഇതൊക്കെ നടക്കത്തുള്ളൂ, മാനിഫെസ്റ്റേഷൻ നടക്കത്തുള്ളൂ. നമുക്കത് കിട്ടാൻ എന്നുള്ള അർഹത നമ്മൾ അത് വെച്ചാൽ മണി ബ്ലോക്ക് മാറ്റി നമ്മളത് നേടിയെടുക്കണം. അപ്പോൾ നേരത്തെ നമ്മുടെ മൈൻഡ് സെറ്റ് എന്താണോ അത് നമ്മളത് മാറ്റണം. നമ്മുടെ മൈൻഡ് സെറ്റ് മാറിയെങ്കിൽ മാത്രമേ നമ്മളിലേക്ക് മണി അട്രാക്റ്റ് ആവത്തുള്ളൂ. അല്ലാതെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. ചെറിയ ചെറിയ എമൗണ്ടുകളൊക്കെ അടിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ഒരു വലിയ എമൗണ്ട് നമുക്ക് അടിക്കണം, നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നടക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റണം. മണിയെക്കുറിച്ചുള്ള മൈൻഡ് സെറ്റ്, ലോട്ടറി എല്ലാവർക്കും അടിക്കില്ല, എത്രയോ പേര് അടിക്കുന്നതാ, ഇതിലെനിക്കങ്ങനെ അടിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ആ ബ്ലോക്കിംഗ് ബിലീഫ്സ് ഒക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ ലോട്ടറി എടുക്കാൻ പോകാനായിട്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ലോട്ടറി എടുത്താൽ നമുക്ക് അടിക്കില്ല. പിന്നെ നമ്മുടെ മൈൻഡിനകത്ത് വല്ല ഇമ്പ്യൂരിറ്റീസ്, നമ്മളിലേക്ക് വരാൻ എന്തെങ്കിലും ബ്ലോക്കേജ്, തടസ്സങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാലിന്യങ്ങൾ കെട്ടിക്കിടപ്പുണ്ടെങ്കിലും നമുക്ക് പൈസ വരില്ല, നമുക്ക് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടില്ല, ലോട്ടറി അടിക്കത്തില്ല. അങ്ങനെ നമ്മളിലേക്ക് ഭാഗ്യം വരാനെന്ന് ഒന്ന് മടിക്കും. കാരണം നമ്മൾ ഭാഗ്യം വരണമെങ്കിൽ നമ്മുടെ വീട് വൃത്തിയാക്കുന്നതുകൊണ്ട് നമ്മുടെ മനസ്സ് ശരീരമൊക്കെ വൃത്തിയാക്കി മാറി നമ്മളിലേക്ക് ഭാഗ്യദേവത കടാക്ഷിക്കത്തുള്ളൂ. അപ്പം നമ്മൾ ഭാഗ്യം വരാൻ എന്താ ചെയ്യുക? സാധാരണ നമ്മൾ ഹിന്ദുക്കളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു വ്യാഴാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലൊക്കെ വിഷ്ണു ക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലുമൊക്കെ ഭാഗ്യസൂക്ത പുഷ്പാർച്ചന നടത്താം. 20 രൂപയൊക്കെയുള്ള ചില ക്ഷേത്രങ്ങളിൽ, നമ്മുടെ ഇവിടെയൊക്കെ 20 രൂപയൊക്കെയുള്ളു. അപ്പം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്താം. അപ്പം നമ്മളിലുള്ള എന്തെങ്കിലുമൊക്കെ ഭാഗ്യത്തിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിലെ ചിന്ത മാറ്റണം. നമ്മൾ ഈശ്വരാധീനം വർദ്ധിപ്പിക്കണം. നമ്മൾ വിഷ്വലൈസ് ചെയ്യും, നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കണം. നമുക്കിത് അടിച്ച് കഴിഞ്ഞു, അടിക്കും എന്നല്ല, നമുക്ക് ലോട്ടറി അടിച്ച് കഴിഞ്ഞു. അതിനാണ് നമ്മൾ നന്ദി പറഞ്ഞത്. എൻ്റെ ഇന്ന നമ്പറിന് ഇന്ന ലോട്ടറിക്ക്, ഇന്ന നമ്പറിലുള്ള ലോട്ടറിക്ക് ഇത്ര രൂപ അടിച്ചതിന് നന്ദി. അപ്പം നമ്മളവിടെ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞു, നമുക്കത് അടിച്ച് കഴിഞ്ഞു. അത് ഏത് അങ്ങനെയുള്ള വലിയ വലിയ ലോട്ടറീസിൻ്റെ കാര്യമാണ് നമുക്ക് എഴുതി വെച്ച് വിഷ്വലൈസ് ചെയ്യും. അല്ലാത്ത ലോട്ടറി നമ്മൾ വിഷ്വലൈസ് ചെയ്താൽ മതി. ഇപ്പോൾ രാവിലെ എടുക്കുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം ഒരു സമയം ഉണ്ടല്ലോ, നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഇതെല്ലാം കളഞ്ഞിട്ട് വേണം നമ്മൾ വിഷ്വലൈസ് ചെയ്യാനാണെങ്കിലും നമ്മൾ ലോട്ടറി എടുത്തിട്ട് നമുക്ക് മണി ബ്ലോക്കുകൾ മാറ്റണം. അപ്പോൾ നമ്മൾ ഓരോ ദിവസമായിട്ട് നമ്മുടെ ചിന്തകൾ മാറ്റി, ചിന്തകളെ പോസിറ്റീവാക്കി, എനിക്കിത് കിട്ടില്ല, ഞാനിതിന് അർഹനല്ല എന്നുള്ള ചിന്തകളൊക്കെ മാറ്റിയാൽ മാത്രം മതി നമ്മളിലേക്കുള്ള ധനവരവ് കൂടും. ചിലപ്പോൾ ഇത് ലോട്ടറി ആയിട്ടായിരിക്കത്തില്ല, നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ഇമ്പ്യൂരിറ്റീസൊക്കെ എടുത്ത് കളയുമ്പോൾ ചിലപ്പം നല്ലൊരു ജോലിയായിട്ട് നമുക്ക് വരും. നമ്മൾ ലോട്ടറിയേക്കാൾ കൂടുതൽ നമ്മൾ രക്ഷപ്പെടുന്ന രീതിയിലൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമ്മളിലേക്ക് തുറന്നു കിട്ടും. എത്ര എനിക്കതിന് അർഹതയില്ല എന്ന് പറഞ്ഞാൽ പോലും ഇപ്പം അത്ര വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തവരൊക്കെ നമുക്ക് വെളിനാട്ടിലൊക്കെ പോയി നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ മതി. അവർക്ക് പറ്റുന്ന ജോലികളിൽ അവർക്ക് നല്ല ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നവരുണ്ട്. എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തെളിഞ്ഞു വന്നാൽ പോരെ, നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടില്ലേ. അപ്പോൾ നമ്മൾ മണി ബ്ലോക്സ് മാറ്റുമ്പോൾ നമുക്ക് ലോട്ടറി അടിക്കാം, നമുക്ക് പുതിയ പുതിയ ജോലികൾ ലഭിക്കാം, നമ്മുടെ ലൈഫിൽ നമുക്ക് ഏതെങ്കിലും വിധേന നമുക്ക് ഭാഗ്യം വന്ന് ചേരാം കേട്ടോ. അപ്പം ഒരു പ്രൊമോഷൻ ലഭിക്കാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ലോട്ടറി അടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മണി ബ്ലോക്ക് മാറ്റുക എന്നുള്ളതാണ്. നമ്മൾ പിന്നെ വിഷ്വലൈസ് ചെയ്യണം, പിന്നെ നമ്മൾ എഴുതി വെച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ലോട്ടറി അടിക്കാനും നമുക്ക് നമ്മളിലുള്ള മണി ബ്ലോക്ക് മാറി നമ്മളിലേക്ക് ഭാഗ്യങ്ങൾ വരാനും. അതുപോലെ അമ്പലങ്ങളിലാണെങ്കിൽ അമ്പലങ്ങളിൽ ചെയ്യാം, പള്ളികളിൽ പ്രാർത്ഥിക്കുന്നവർക്ക് അങ്ങനെ ഏതൊരു ഈശ്വരാധീനം വർദ്ധിപ്പിക്കണം. നമ്മുടെ ഈശ്വരാധീനം ഭാഗ്യം വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ നമ്മളിലേക്ക് ഭാഗ്യദേവത കടാക്ഷിക്കത്തുള്ളൂ. അത് നമ്മളൊരു പ്രധാന കാര്യമായിട്ടോ. നമ്മൾ എന്തൊക്കെ ചെയ്താലും, നമ്മൾ എത്ര ഇതൊക്കെ മാറ്റിയാലും നമ്മളിലേക്ക് ഒരു ഈശ്വരാധീനം ഉണ്ടെങ്കിൽ മാത്രമേ അത് അഥവാ നമുക്ക് കിട്ടിയാലും നമുക്കത് ഒതകത്തുള്ളൂ, നമുക്കത് പ്രയോജനപ്പെടുത്തുള്ളൂ.
അല്ലെങ്കിൽ നമ്മുടെ കൈ കിട്ടിയിട്ട് തന്നെ കാര്യം, നമുക്കൊരു ലോട്ടറി അടിച്ചു ആ പൈസ എല്ലാം പോയിട്ട് തന്നെ കാര്യം. അപ്പം നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളിലേക്ക് ആ ഒരു ഭാഗ്യവും അത് നമ്മുടെ കയ്യിൽ നിൽക്കാൻ, അത് വേണ്ടുന്ന കാര്യങ്ങൾക്ക് പ്രവർത്തിക്കാൻ എല്ലാം നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മണി ബ്ലോക്സ് ഒക്കെ മാറ്റണം, നിങ്ങളുടെ മനസ്സിലെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ കളയണം, കുറേ ഓപ്പർച്യൂണിറ്റീസുകൾ, കരിയറിൽ ഒരു വളർച്ച ഉണ്ടാവണം, റിലേഷൻഷിപ്പ് പെർഫെക്റ്റ് ആവണം, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ലൈഫ് കോച്ചിങ് എടുക്കാവുന്നതാണ്. 11 days ലൈഫ് കോച്ചിങ് അവൈലബിൾ ആണ്, പേഴ്സണൽ സെക്ഷൻ അവൈലബിൾ ആണ്. അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ നമ്പർ കൊടുത്തിരിക്കുന്നതായിരിക്കും, വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.